Hi friends, welcome to the video. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു 4 യൂസേജുകളാണ്. ഓക്കെ, പ്രസന്റ് സിമ്പിൾ ടെൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആദ്യത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിംഗുലർ ഉണ്ട് പ്ലൂറലും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു, നമ്മുടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുന്ന ഒരു ടെൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ തന്നെ കുറച്ച് യൂസേജുകളാണ്. യൂസേജുകൾ എന്ന് പറഞ്ഞാൽ ഒരു 4 സെൻറ്റൻസുകളാണ് പഠിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ പറയാണ് ഐ പ്ലേ. അർത്ഥം എന്താണ്? ഐ പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കാറുണ്ട് എന്നർത്ഥം. ഡെയിലി ഞാൻ കളിക്കാറുണ്ട്, അല്ലെങ്കിൽ റെഗുലറായിട്ട് ഞാൻ കളിക്കാറുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഐ പ്ലേ. ഓക്കെ, ഇനി ഞാൻ കളിക്കാറില്ല എന്നാണെങ്കിൽ എന്താ പറയുക? I don't play. ഓക്കെ, ഐ ഡോണ്ട് പ്ലേ. ഓക്കെ, നീ കളിക്കാറുണ്ടോ? ചോദ്യമാണെങ്കിൽ എങ്ങനെ പറയും? ഡു യു പ്ലേ? ഓക്കെ, ചോദ്യമാണ്. മനസ്സിലായല്ലോ? ഐ പ്ലേ, ഞാൻ കളിക്കാറുണ്ട്. ഞാൻ കളിക്കാറില്ല എന്നാണെങ്കിൽ എന്താ പറയുക? ഞാൻ കളിക്കാറില്ല, ഐ ഡോണ്ട് പ്ലേ. നീ കളിക്കാറുണ്ടോ? ചോദ്യമാണ്, എന്ന് പറയാം ഡു യു പ്ലേ. ഇനി നീ കളിക്കാറില്ലേ എന്നാണെങ്കിൽ എന്താ പറയുക? ഡോണ്ട് യു പ്ലേ. ഡോണ്ട് യു പ്ലേ. ഓക്കെ, മനസ്സിലായല്ലോ? ഐ പ്ലേ എന്താണ്? ഞാൻ എഴുതുന്നില്ല ഇവിടെ, കളിക്കാറുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് പ്ലേ, ഞാൻ കളിക്കാറില്ല. ഓക്കെ, ഡു യു പ്ലേ? നീ കളിക്കാറുണ്ടോ? ചോദ്യമാണ്, കളിക്കാറുണ്ടോ? ചോദ്യമാണ്. അടുത്തതോ? നീ കളിക്കാറില്ലേ? അതും ചോദ്യം തന്നെയാണ്, കളിക്കാറില്ലേ? മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിലുള്ള 4 സെൻറ്റൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഐ പ്ലേ, ഞാൻ കളിക്കാറുണ്ട്. ഐ ഡോണ്ട് പ്ലേ, ഞാൻ കളിക്കാറില്ല. നീ കളിക്കാറുണ്ടോ? ഡു യു പ്ലേ? നീ കളിക്കാറില്ലേ? ഡോണ്ട് യു പ്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു രീതിയിലുള്ള എക്സാമ്പിൾസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഓടുക എന്ന് പറയില്ലേ, ഓടുക എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓടുക എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ആ ഒരു വെർബ് വെച്ച് നമ്മൾ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നീ ഓടാറുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഓടാറുണ്ട് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നോക്കി, ഞാൻ ഓടാറുണ്ട്, ഐ റൺ. ഞാൻ ഓടാറില്ല എന്നാണെങ്കിലോ, ഐ ഡോണ്ട് റൺ. നീ ഓടാറുണ്ടോ? ചോദ്യമല്ലേ, എന്ത് പറയാം? ഡു യു റൺ. നീ ഓടാറുണ്ടോ? ഡു യു റൺ. നീ ഓടാറില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യനാണ്, ഡോണ്ട് യു റൺ. ഇത് തമ്മിലൊരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്നും എനിക്ക് ചോദിക്കാം, നിങ്ങൾ ഫുഡ് കഴിച്ചില്ലേ എന്നും ചോദിക്കാം. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഡു യു റൺ, നീ ഓടാറുണ്ടോ? ഡോണ്ട് യു റൺ, നീ ഓടാറില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഐ റൺ, ഐ ഡോണ്ട് റൺ, ഡു യു റൺ, ഡോണ്ട് യു റൺ. ഓക്കെ, മനസ്സിലായോ? അടുത്ത എക്സാമ്പിൾ നോക്കാം. യെസ്, എക്സാമ്പിൾ നോക്കിയേ. ഞാൻ നടക്കാറുണ്ട് എങ്ങനെ പറയാമെന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാൻ നടക്കാറുണ്ട് പറയുമ്പോൾ ഐ വാക്ക്. കിട്ടി. അപ്പോൾ ഞാൻ നടക്കാറില്ല എന്ത് പറയാം? ഐ ഡോണ്ട് വാക്ക്. ഞാൻ നടക്കാറില്ല, ഐ ഡോണ്ട് വാക്ക്. ഒരു ഡോണ്ട് വെച്ചാൽ മതി. ഇനി ചോദ്യമാണെങ്കിലോ, നീ നടക്കാറുണ്ടോ? ഡു യു വാക്ക്. നീ നടക്കാറില്ലേ എന്നാണെങ്കിലോ, ഡോണ്ട് യു വാക്ക്. ഡോണ്ട് യു വാക്ക്. മനസ്സിലായല്ലോ? ഓക്കെ, കിട്ടി. അപ്പോൾ 3 എക്സാമ്പിൾ പറഞ്ഞു. അടുത്ത എക്സാമ്പിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ജസ്റ്റ് ട്രൈ ടു ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിക്കാറുണ്ട് എങ്ങനെ പറയാം? ഞാൻ പഠിക്കാറുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞേ, ഐ സ്റ്റഡി. ഞാൻ പഠിക്കാറില്ല എന്നാണെങ്കിലോ, ഐ ഡോണ്ട് സ്റ്റഡി. നീ പഠിക്കാറുണ്ടോ എന്നാണെങ്കിൽ ചോദ്യമാണ്, എങ്ങനെ പറയാം? ഡു യു സ്റ്റഡി. നീ പഠിക്കാറില്ലേ എന്നാണെങ്കിലോ നെഗറ്റീവ് ക്വസ്റ്റ്യനാണ്, എന്താ പറയുന്നത്? ഡോണ്ട് യു സ്റ്റഡി. കിട്ടിയോ? ഡോണ്ട് യു സ്റ്റഡി. മനസ്സിലായല്ലോ? സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നെക്സ്റ്റ് വൺ, അടുത്ത എക്സാമ്പിൾ, പോകുക, ഗോ. ഓക്കെ, ഞാൻ പോകാറുണ്ട് എങ്ങനെ പറയാം? സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ പോകാറുണ്ട് പറയുമ്പോൾ ഐ ഗോ. ഓക്കെ, ഞാൻ പോകാറില്ല നെഗറ്റീവ് ആണല്ലോ, ഐ ഡോണ്ട് ഗോ. നീ പോകാറുണ്ടോ? ചോദ്യമാണെങ്കിൽ എന്ന് പറയാം? ഡു യു ഗോ. നീ പോകാറില്ലേ? ഡോണ്ട് യു ഗോ. ഓക്കെ, ഡോണ്ട് യു ഗോ ചോദ്യമാണ്. നീ പോകാറുണ്ട്, നീ പോകാറില്ലേ? ഏതൊരു എക്സാമ്പിൾ? ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഐ തിങ്ക്. ഞാൻ ആലോചിക്കാറുണ്ട്. എന്തായിരുന്നു? ഐ തിങ്ക്. ഞാൻ ആലോചിക്കാറില്ല എന്നെന്താ പറയുക? ഞാൻ ആലോചിക്കാറില്ല, ഐ ഡോണ്ട് തിങ്ക്. ഞാൻ ആലോചിക്കാറില്ല. നീ ആലോചിക്കാറുണ്ടോ? ചോദ്യമാണ്, നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഡു യു തിങ്ക്. നീ ആലോചിക്കാറില്ലേ എന്നാണെങ്കിലോ, ഡോണ്ട് യു തിങ്ക്. ഡോണ്ട് യു തിങ്ക്, അതും ചോദ്യമാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അടുത്ത് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ. ആൻഡ്
ഞാൻ പഠിക്കാറുണ്ട് എങ്ങനെ പറയാം? ഞാൻ പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഐ സ്റ്റഡി. ഞാൻ പഠിക്കാറുണ്ട്. ഞാൻ പഠിക്കാറില്ല എന്നാണെങ്കിലോ ഐ ഡോണ്ട് സ്റ്റഡി. നീ പഠിക്കാറുണ്ടോ ചോദ്യമാണെങ്കിൽ എന്ന് പറയാം ഡു യു സ്റ്റഡി. നീ പഠിക്കാറില്ലേ എന്നാണെങ്കിലോ ഡോണ്ട് യു സ്റ്റഡി. ഡോണ്ട് യു സ്റ്റഡി. ഓക്കെ, കിട്ടിയോ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ 4 രീതിയിൽ നമുക്ക് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കി എക്സാമ്പിൾസ് നിങ്ങൾ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് 2-3 എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോളൂ. ഞാൻ എഴുതാറുണ്ട് എങ്ങനെ പറയാം? ഐ റൈറ്റ്. ഇനി ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ, ഞാൻ പറഞ്ഞാൽ പോലെ. ഞാൻ എഴുതാറുണ്ട് ഐ റൈറ്റ്. ഞാൻ എഴുതാറില്ല ഐ ഡോണ്ട് റൈറ്റ്. നീ എഴുതാറുണ്ടോ ഡു യു റൈറ്റ്. നീ എഴുതാറില്ലേ ഡോണ്ട് യു റൈറ്റ്. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഞാൻ ചാടാറുണ്ട് എങ്ങനെ പറയാം? ഐ ജംപ്. ഞാൻ ചാടാറില്ല ഐ ഡോണ്ട് ജംപ്. നീ ചാടാറുണ്ടോ ഡു യു ജംപ്. നീ ചാടാറില്ലേ ഡോണ്ട് യു ജംപ്. നെക്സ്റ്റ് വൺ, ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട് ഐ ഡാൻസ്. ഞാൻ ഡാൻസ് ചെയ്യാറില്ല ഐ ഡോണ്ട് ഡാൻസ്. നീ ഡാൻസ് ചെയ്യാറുണ്ടോ ഡു യു ഡാൻസ്. നീ ഡാൻസ് ചെയ്യാറില്ലേ ഡോണ്ട് യു ഡാൻസ്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, ഞാൻ കളിയാക്കാറുണ്ട് ഐ ടീസ്. ഞാൻ കളിയാക്കാറില്ല ഐ ഡോണ്ട് ടീസ്. നീ കളിയാക്കാറുണ്ടോ ഡു യു ടീസ്. നീ കളിയാക്കാറില്ലേ ഡോണ്ട് യു ടീസ്. ഞാൻ നോക്കാറുണ്ട് ഐ സീ ഓർ ഐ ലുക്ക്. ഞാൻ നോക്കാറില്ല ഐ ഡോണ്ട് സീ ഓർ ഐ ഡോണ്ട് ലുക്ക്. നീ നോക്കാറുണ്ടോ ഡു യു സീ ഓർ ഡു യു ലുക്ക്. നീ നോക്കാറില്ലേ ഡോണ്ട് യു സീ ഓർ ഡോണ്ട് യു ലുക്ക്. കിട്ടിയോ? നെക്സ്റ്റ് വൺ, ഇവിടെ പ്രാക്ടീസ് എന്ന് പറയാം. ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഐ പ്രാക്ടീസ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ല ഐ ഡോണ്ട് പ്രാക്ടീസ്. നീ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഡു യു പ്രാക്ടീസ്. നീ പ്രാക്ടീസ് ചെയ്യാറില്ലേ ഡോണ്ട് യു പ്രാക്ടീസ്. നെക്സ്റ്റ് വൺ, ഞാൻ അടിച്ചു മാറ്റാറുണ്ട് ഞാൻ മോഷ്ടിക്കാറുണ്ട് ഐ സ്റ്റീൽ. ഞാൻ അടിച്ചു മാറ്റാറില്ല ഐ ഡോണ്ട് സ്റ്റീൽ. നീ മോഷ്ടിക്കാറുണ്ടോ ഡു യു സ്റ്റീൽ. നീ മോഷ്ടിക്കാറില്ലേ ഡോണ്ട് യു സ്റ്റീൽ. ഞാൻ വിളമ്പാറുണ്ട് ഐ സെർവ്. ഞാൻ വിളമ്പാറില്ല ഐ ഡോണ്ട് സെർവ്. നീ വിളമ്പാറുണ്ടോ ഡു യു സെർവ്. നീ വിളമ്പാറില്ലേ ഡോണ്ട് യു സെർവ്. കിട്ടി. ആൻഡ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഐ ഇൻവൈറ്റ്. ഞാൻ ഇൻവൈറ്റ് ചെയ്യാറില്ല ഐ ഡോണ്ട് ഇൻവൈറ്റ്. നീ ഇൻവൈറ്റ് ചെയ്യാറുണ്ടോ ഡു യു ഇൻവൈറ്റ്. നീ ഇൻവൈറ്റ് ചെയ്യാറില്ലേ ഡോണ്ട് യു ഇൻവൈറ്റ്.